എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മിസോറാമിലൊരു ഉൾഗ്രാമത്തിലാട്ടാ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഒന്ന് സ്റ്റക്കായി പോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു സ്ഥലം കിട്ടി. അതായത് ഇവിടെ കൃഷിക്കാരൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് കാര്യങ്ങൾ കിട്ടി. അവിടെയായിട്ട് നമ്മൾ താമസിക്കണം. അപ്പോൾ ഇതാണ്ട സൗകര്യവും കാര്യങ്ങളും. കപ്പു ഷിബായ്, വാട്ട്സ് യുവർ നെയിം? സാങ്. You are from which village? Huh? Which village? Your village? Darzok. Darzok. Okay. How many distance in here to Darzok? About 10 kilometers. 10 kilometer. Okay. കലോമി. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താൽ പിന്നെ ഇന്നലെ നമ്മൾ വന്നതിൻ്റെ ചെറിയൊരു വീഡിയോ അത് ഇതിൽ കൊടുക്കാട്ടോ. അതൊന്നും കണ്ടിട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് ഇവിടെ പുറത്ത് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മിസോറാമിലെ ഫാങ്ഫുയിലേക്ക് പോണ റൂട്ടിലായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പഴയ ബ്രിഡ്ജാണ്. കണ്ടില്ലേ, ഫുള്ള് മറ്റേ മരത്തിൻ്റെ ഇതൊക്കെ വെച്ച് പണിതേക്കണ ബ്രിഡ്ജാണ്ടാ. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ അടിയിൽ കൂടെ തുയ്പ് റിവറാണ് ഒഴുകണത്. അപ്പോൾ ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് 200 മീറ്റർ ഉള്ളൂ, പിന്നെ 10 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വില്ലേജാണ് കേട്ടോ. തുയ്പുയ് വില്ലേജാണ്. ഈ ഒരു വില്ലേജിൽ നിന്ന് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഭിത്തി പണിതിട്ടുണ്ട്. അതിൽ നിന്നാണ് കേട്ടോ ബ്രിഡ്ജിൻ്റെ താങ്ങ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം. കൊള്ളാട്ടാ. എന്നാലും നമുക്ക് അതിൽ കൂടെ യാത്ര ചെയ്യാം. പിന്നെ ഞാനേ ചവിട്ടി പോയിട്ട് എന്തോ ഒരു ഫീലിങ്സ്. പിന്നെ നമ്മുടെ സൈക്കിളിൽ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തള്ളി തന്നെയാണ് കൊണ്ടുപോകുന്നത്. വണ്ടികളൊക്കെ വന്നൽ കുറവാണെന്ന് തോന്നട്ടോ. വലിയ വലിയ വണ്ടികൾ പോവാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലേ, അടിയിൽ കൂടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. ഇതാണ് തുയ്പ് റിവർ കേട്ടോ. അതായത് നമ്മളെ ഇന്ത്യ മ്യാൻമറായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്ന ഒരു റിവറും കൂടിയാണ് ഈ കാണുന്നത്. നല്ല ഒഴുക്കുണ്ട് കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഒരു പേടിയുണ്ട്. ഈ പലകയൊക്കെ പഴയതാട്ടോ കണ്ടിട്ട്. അതുപോലെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയിൽ വേറൊരു സൈഡ് വഴി വന്നു കഴിഞ്ഞാൽ ബോട്ട് സർവീസ്, ജങ്കാർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കാണുന്നത് ജങ്കാറാണ്. അവിടെ ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് പഴയ ബ്രിഡ്ജാണ് കേട്ടോ. അതിൻ്റെ ആളുകൾക്ക് വേണ്ടി നടക്കാൻ വേണ്ടി മാത്രമുള്ള ബ്രിഡ്ജായിരുന്നു. പക്ഷെ അതൊക്കെ നശിഞ്ഞു കേട്ടോ. ഇതിൽ കൂടെ ഇപ്പോൾ ആരും യൂസ് ചെയ്യാനുള്ള മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. അവിടെ നിന്ന് അറ്റത്തു നിന്നൊക്കെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ കാറ് പോകുമ്പോൾ നമ്മളിങ്ങനെ സൈക്കിൾ ഒതുക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതാണ് അടിപൊളിയാണ് കേട്ടോ. ഈ കാണുന്നതാണ് തുയ്പുയ് എന്ന് പറയുന്ന വില്ലേജ് കേട്ടോ. കണ്ടില്ലേ, അറ്റ് എ ടൈം ഇത്ര കിലോ വെയിറ്റ് വരെ പോകാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും നമുക്ക് പയ്യെ പയ്യെ പോട്ടെ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും വലിയ വണ്ടി വരുന്നതിനെ പെട്ടുപോകും. ഓ എൻ്റെ പൊന്നോ, കലോമി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ആളോട് നന്ദിയൊക്കെ പറഞ്ഞ് പുള്ളീൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ സൈക്കിൾ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കമ്പിയൊക്കെ ഫുള്ള് ഒടിഞ്ഞ് നുറുകിയിരിക്കണേ. ഇവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സുമോ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് കൂടുതലും പാസഞ്ചറിനെ കയറ്റി കൊണ്ടുപോകുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല പിക്കപ്പുകൾ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോകട്ടോ. നല്ല കിടിലൻ റൂട്ടല്ലേ. ഒരു ആംബുലൻസ് തന്നെ കേട്ടോ. ഹായ്. ഡർസോ എന്ന് പറഞ്ഞാൽ വില്ലേജ് എത്തട്ടോ. കുറച്ചുകൂടെ പോകുമ്പോൾ ഏകദേശം 9 കിലോമീറ്റർ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കൃഷി ചെയ്യണം കേട്ടോ. കൂടുതലും ചോളം, പിന്നെ വാഴ ഇല്ലേ, വാഴപ്പഴമൊക്കെ ഉണ്ടായി കിടക്കണം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ സബ്ജികൾ, പിന്നെ ചിലയിടത്തൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കൂടെ മിക്സായിട്ടാണ് ഇവർ നട്ടേക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. ഈ റൂട്ടൊക്കെ നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളാണ് കേട്ടോ. ഈ കാണല്ലേ, ഇതൊക്കെ ഓരോരോ പച്ചക്കറികളാണ് കേട്ടോ. അതിന് ഇത്ര 50 രൂപ വെച്ച് 30 രൂപ. ബാക്കിയൊക്കെ ഇതേക്കണ ഇവരുടെ മിസോ ലാംഗ്വേജിലാണ് കേട്ടോ. ഇതൊക്കെ എല്ലാം വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇത് ശരിക്കും ചോളമുണ്ട്, പിന്നെ ഒരു ഇലയുണ്ട്, വെണ്ടക്ക, കുക്കുംബർ, പിന്നെ അങ്ങനെ പാവക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഇവരുടെ ഈ കൃഷിയിടമില്ലേ, ഈ മേളിൽ
ഇവിടുന്ന് ഉള്ള സാധനങ്ങൾ കുറച്ചായിട്ട് ഇവിടെ വിൽക്കാൻ വെക്കും കേട്ടോ. പിന്നെ കുറേയൊക്കെ കൊടുത്ത് വിടുമെന്നാണ് കേട്ടത്. കൂടുതൽ ഇവരുടെ യൂസിന്, അതായത് ഇവിടെ ഇട്ട് വിൽക്കും, വഴിയിലിട്ട് വിൽക്കും. പക്ഷെ ഇവിടെയൊക്കെ ആളുകൾ വന്നത് കുറവായിരിക്കും. പക്ഷേ ഓരോരോ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഓരോരുത്തരായിട്ട് മേടിക്കുന്നതാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് മേടിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ പിന്നെ ഇവരിങ്ങനെ വിൽക്കൂലല്ല. ഇതിൽ നമ്മളിപ്പോൾ ഓണ റൂട്ടിലേക്ക് ഇതുപോലെ ചെറുകിട കച്ചവടക്കാർ ഒരുപാടുണ്ട് കേട്ടോ. ഇവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എല്ലാം ഇതേപോലെ ഇന്ന് വിൽക്കലാണ്ട മെയിനായിട്ടുള്ള ബിസിനസ്. പുറത്തേക്ക് കൊടുത്തു വിടൽ വളരെ കുറവാണെന്നാണ് ഞാൻ കേട്ടേക്കണത്. നമ്മളോട് ആ ഒരു പയ്യൻ പറഞ്ഞത് അങ്ങനെ കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഫുള്ള് ഇതാണ്ട് ചോളമുണ്ട്, പിന്നെ മുളകാണെന്ന് തോന്നിട്ട് കണ്ടിട്ട്. മിക്കയിടത്തും ഉണ്ടായി കിടപ്പുണ്ടേ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, എല്ലായിടത്തും ഇതേപോലെ ചെറിയ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ ഇവിടെ താമസിക്കും. പിന്നെ അതേ പൈനാപ്പിൾ ഇതൊക്കെ കച്ചവടത്തിന് വെച്ചേക്കണേ കേട്ടോ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ മിന്നാന്നൊക്കെ ആയിട്ട് ഭയങ്കര മഴ നനഞ്ഞ് ചീഞ്ഞാർന്ന് വെച്ചാൽ. ഇപ്പോൾ വെയിൽ വന്നേക്കുന്നുണ്ട്, കുഴപ്പമില്ല, ആശ്വാസമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കോടിങ്ങനെ കയറി മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഫുള്ള് വാഴക്കൃഷിയാണ് ആ കാണുന്നത്, കണ്ടില്ലേ. ചെറിയ തണുപ്പ് ഫീൽ ചെയ്യണ്ട കേട്ടോ. വെയിലുണ്ടെങ്കിലും കണ്ടില്ലേ, ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ വെയിൽ കാര്യങ്ങൾ ഫീൽ ചെയ്യണ്ട. പക്ഷേ അങ്ങാടിയൊക്കെ നല്ല തണുപ്പ് കണ്ടിട്ടാ. അത്യാവശ്യം നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കയറിയാണ് പോണത്. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഇനി 8 കിലോമീറ്റർ ഉണ്ട്. ആ ഒരു വില്ലേജ് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഡൗൺ ആണോ അല്ലെങ്കിൽ പ്ലെയിനാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. നമ്മളെ സഞ്ചരിക്കുന്ന റൂട്ടിലെ ഇതേപോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പ് 5. നമ്മൾ അപ്പ് 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ അപ്പ് 5 എത്തി കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ കയറി മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇത് മിസോറാമിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പ് 5 എത്തിയിട്ടുള്ള. അപ്പം എത്ര വരെ ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും ഇനിയും അപ്പുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ ടയേർഡായിട്ടാ. നല്ല കയറ്റമാണ്, കാണുന്ന പോലെയല്ല കേട്ടോ. ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ റോഡ് സൈഡിൽ ഫുള്ള് കൃഷിയാണ്ട, പഴമൊക്കെ ഉണ്ട്. പഴമൊക്കെ പഴുത്താറിഞ്ഞ് പറിച്ച് കഴിക്കാറ്. വണ്ടികളൊക്കെ വരൽ കുറവാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ബൊലേറോ, സുമോ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. ഈ ആൾക്കാരൊക്കെ ആയിട്ട് കൂടുതൽ പോകാൻ വേണ്ടി, അതായത് പാസഞ്ചർ വണ്ടികൾ അത്യാവശ്യം വരണ്ട്. ഈ റൂട്ടിലൊക്കെ അങ്ങാടി ഇങ്ങാടൊക്കെ പോകാൻ, അതായത് ഐസോളിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങാടേക്ക് വണ്ടി. ഇത് 2 റൂട്ടായിട്ടാണ് വന്നത്. നമ്മൾ ഒന്ന് ഹൈവേ എന്നാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഇത് ലുങ്ലയിലേക്ക് ഡയറക്റ്റ് പോണ ഹൈവേ ആണ്. ഇത് കട്ട് ചെയ്ത് പോണ റൂട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ലുങ്ലായി പോവാം. ലുങ്ലൈ ഇങ്ങനെ കറങ്ങി പോകാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കര ചുറ്റിലാണ്. മറ്റേത് ഹൈവേ കേട്ടോ. നമ്മളെ ഇങ്ങനെ പോണേക്ക് ഒരു പുള്ളിനെ കണ്ടിട്ടാ. ഹായ്, आपका नाम क्या है भैया? सोमा अच्छी भाई. ये आपका है ना, ये आपका खेत है? इधर खेत फार्मिंग ऊपर है ना. अच्छा അപ്പോൾ ആൾ നമുക്ക് തന്നാ കേട്ടോ. താങ്ക് യു കലോമി. ഈ കാണുന്നത് മൊത്തം ആളുടെ കൃഷിയിടമുണ്ടാ. ഫുള്ള് ചോളമുണ്ട്, പിന്നെ അതുപോലെ തന്നെ വാഴയുടെ കൃഷിയുണ്ട്, പിന്നെ വേറെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുക്കുംബർ, അങ്ങനെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണുന്ന മേലിലൊക്കെ കാണാൻ വാഴ കൃഷിയൊക്കെ ഇല്ലേ, മൊത്തം പുള്ളീൻ്റെ കേട്ടോ. പാവട്ടാ, എനിക്ക് ഈ സാധനം വെറുതെ വന്നതാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്, കാരണം നമുക്കറിയാം അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഇവർ ഇതിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇതേപോലെ വഴിയോരങ്ങളിൽ ഇങ്ങനെ ചെറിയ രീതിക്ക് വിറ്റ് പോകണേ കേട്ടോ. ഏകദേശം 50 രൂപ എന്തോ റേറ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി പുള്ളി പറഞ്ഞത് വെച്ചോ, പോണയ്ക്ക് ഒന്നും കിട്ടില്ല. കാരണം ശരിയാണ് പുള്ളി പറഞ്ഞത്, പോണയ്ക്ക് നമുക്ക് കഴിക്കാനൊന്നും കിട്ടൂല കേട്ടോ. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജുകളൊക്കെ പോകണമെങ്കിൽ വളരെ കുറവാണ്. പക്ഷേ ഭയങ്കര ദൂരമുണ്ട് കേട്ടോ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ അല്ലേ, സത്യം പറയാൻ എത്ര നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ പൊടിയുണ്ട് കേട്ടോ. ഇത് വ്യൂ ഇതാണ് ഈ കാണുന്നത്. പക്ഷെ വെയിലുണ്ട് കേട്ടോ, അതിനനുസരിച്ചുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഫീലാണ്ട്. കാരണം ഇന്ന് വലിയ മഴയില്ലെന്നാണ് ഞാൻ ഇതിൽ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കാണാൻ പറ്റുക കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി യാത്ര ചെയ്ത് കയറേണ്ടത് ആ ഒരു ടവർ കാണാനല്ലേ, അതിൻ്റെ മേലേക്കാണ് തോന്നണ്ട. അത്യാവശ്യം നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. പോണ റൂട്ടിലുണ്ടല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല, അതാണ് പ്രശ്നം. ഇവിടെ ഉള്ളത് നോക്കിയേ,
ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളും പിന്നെ ഇവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഫുള്ള് കാട് പിടിച്ച് കിടക്കണേ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാ ആൾക്കാരും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കാണുന്നതിൻ്റെ മേളിലും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. മിക്കയിടത്തും ആൾക്കാരെ കാണാൻ പറ്റാണ്ട് വണ്ടിയൊക്കെ ഇവർ ഈ മിക്ക സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിക്ക് വരും. എന്നിട്ട് അത് ഇവരുടെ ആ ചെറിയ ഷെഡില്ലേ അതിൽ വെക്കട്ടെ. അതായത് ഭക്ഷണത്തിനും പിന്നെ വെള്ളവും കാര്യങ്ങളും ഭക്ഷണത്തിനുള്ള സാധനങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചുമന്നുണ്ട്. അവരുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉള്ളൂ. അവിടെ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ കുറച്ച് ദിവസം താമസിക്കും, കൃഷിയും കാര്യങ്ങളും നോക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തിരിച്ച് പോയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് തിരിച്ചു വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവർ കഴിയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടില്ലേ അപ്പ് എന്നുള്ളത്, അത് 7 ആയിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ നോക്കിക്കോട്ടാ ഡൗൺ സെക്കൻഡ്. അപ്പോൾ എനിക്ക് തോന്നണം ഇനി 2 എണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. 1-2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇനി അപ്പ് അത് കഴിഞ്ഞിട്ട് ഡൗൺ ആണെന്ന് തോന്നണ്ടാ. കണ്ടില്ലേ ഇതിങ്ങനെ കയറി വേണം കേട്ടോ പോകാൻ. മഴ കാര്യങ്ങൾ പൊടിയുണ്ട് ചെറിയ രീതിയിൽ. ഭയങ്കര പണിയാണ്ടാ. കയറലൊക്കെ നമ്മൾ വിചാരിക്കണമല്ലോ, നിസ്സാര കയറ്റമല്ല ഇത്. കണ്ടില്ലേ ഇത് ഏത് വണ്ടിയാണിത്? ഹാർലി ഡേവിഡ്സൺ പറ്റണം. ഇനി എനിക്ക് പഴമുണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് കച്ചവടക്കാരാണ്. ഹാർലി ഡേവിഡ്സൺ ആണോന്ന് അറിയില്ല കേട്ടോ. കണ്ടിട്ട് അതിൻ്റെയൊക്കെ ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടല്ലേ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വീണ്ടും ചെറിയൊരു മഴ കിട്ടിയേട്ടാ. ചെറിയല്ല, ഒരു അത്യാവശ്യം നല്ല മഴയാണ് ഇത്. നമ്മളൊരു വളവിൻ്റെ അവിടെ സൈഡിലാണ് ചേർന്നിരിക്കുന്നത്. ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ മേലിൽ ഇങ്ങനെ മരമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. മഴ വലിയ ഇതിൽ കിട്ടാനുള്ള, പക്ഷേ അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കൊരു വില്ലേജ് ഉണ്ട്. അത് ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം റോഡൊക്കെ പ്ലെയിനാണെന്നാണ് കേട്ടത്. എന്തായാലും പയ്യെ അവിടെ എത്തിയിട്ട് നോക്കാട്ടെ എന്തായാലും. നോ പ്രോബ്ലം. നമ്മളെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. അപ്പോഴാണ് കുറച്ച് പേരെ കണ്ടത്. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? മോന. വാട്ട്സ് യുവർ നെയിം ബ്രോ? ബേബി. യു ആർ ഫ്രം permanent address is Lunglei. Oh, where are you going today? Today we have been to Dazhou because of our work, and now we are heading back to Natia. Oh, nice. Actually, nice bike here. നല്ല വണ്ടിയാട്ടാ. Any riders club or something you have? Yeah, I'm from Royal Nice Lunglei. Lunglei, real nice. Oh, good. That is the second oldest in Lunglei. Oh, okay. When your last ride? Yeah, last ride. Remnantly we have a ride, enjoyment ride and all. Oh, okay. And this November, this coming November, this year we will celebrate our 20th anniversary. 20th anniversary. Okay, nice. Okay. Oh, Preparing for that. good. അപ്പോൾ അവർ വന്ന വണ്ടിയാട്ടാ. നമുക്ക് ഇവർ കുറച്ച് സാധനങ്ങളൊക്കെ തന്ന്, പാലുണ്ട്, പിന്നെ അതേ ചായപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. താങ്ക് യു ബ്രോ. താങ്ക് യു. ഹലോ മീ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. അവരെനിക്ക് മറ്റേ ഇതിൽ പാലില്ലേ ഇവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇന്ന് മേടിച്ചാന്ന് പറയാം. തണുത്തിരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചായപ്പൊടി ഫ്രഷാന്ന് പറഞ്ഞത്, അതായത് ഇവിടുത്തെ ലോക്കൽ ചായപ്പൊടിയാണ് കേട്ടോ. മെയിൻ ഓർഗാനിക്കാന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്തതല്ല, ആ വീട്ടിലെ പുള്ളീൻ്റെ ഗ്രാമമാണ് ഈ കാണുന്നത്. ഇപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് നീ പോണതിന് മുമ്പ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞ് 3 മണിയാറായിട്ടാണ്. ഞാൻ അവിടെ ഇത്ര നേരം മഴയായിട്ട് അവിടെ പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ പുള്ളീനെ വിളിച്ചിട്ടാണെങ്കിൽ റേഞ്ചും കിട്ടാനുള്ള ഇല്ല. പുള്ളി എന്നെ ഇങ്ങാട് വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് പുള്ളിയുടെ അവിടെ റേഞ്ച് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നാട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് നോക്കാം, അവിടെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ പറ്റുമെങ്കിൽ നമ്മളവിടെ കയറും, അല്ലെങ്കിൽ നേരെ സൗത്ത് വല്ലഫായി പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഇന്ന് എന്തായാലും വൈകിയാട്ടെ. ചിലപ്പോൾ ഇന്ന് ഈ ഗ്രാമം എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രാമം എത്തും. പറ്റുമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ വേറെ എവിടെയും നോക്കും കേട്ടോ. കാരണം ടെൻ്റ് അടിക്കൽ പോസിബിൾ അല്ല. ടെൻ്റ് അടിക്കാനേ പറ്റില്ല. കാരണം ഭയങ്കര ഈച്ചയും കാര്യങ്ങളായിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. തണുപ്പിൻ്റെ പിന്നെ വിഷയം നമുക്ക് സ്ലീപ്പിംഗ് ബാഗായിട്ടാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. മഴയാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ പോവാട്ടാ. മാക്സിമം കാഴ്ചകൾ കാണിക്കണമെന്നുണ്ട്, പക്ഷേ മഴയുണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്ടാ.
കണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് മുളയുണ്ടാ. ഇവിടെയുള്ള ആളുകൾ ഇതൊക്കെ വെച്ചാണ് വീട് കെട്ടണത്, മുളയൊക്കെ വെച്ചാണ് വീടും കാര്യങ്ങളൊക്കെ കെട്ടണത് ഇവിടെ. പിന്നെ അതുപോലെ ഫുഡിനൊന്നും അങ്ങനെ പ്രശ്നമില്ല, വെള്ളത്തിനും അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾക്ക് വേണ്ടി. പിന്നെ വെള്ളം എന്ന് പറയാണ്ട് ലാവിഷാണ്. പിന്നെ ചിലയിടത്ത് കറണ്ടൊന്നും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എല്ലായിടത്തും വൈദ്യുത സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്നൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ കിട്ടിയേട്ടാ. അപ്പം ഞാൻ അവിടെ പരിചയപ്പെടുന്നത് ഹായ് ഭയ്യ आपका नाम जस्ट बोलो. Tiwari. मेरी ये आपका फैमिली. अच्छा आपका फैमिली. हाय आपका फैमिली है. Oh, मेरा बेटी. बेटी. Oh, मेरा बेटी. बेटी. हाय. Hi, आपका नाम? Jalaluddin. जलालुद्दीन. Mr. Jalal. सिलचा नहीं Assam का सिलचर का है. करीमगंज का है. अच्छा अच्छा ये आपका बीवी है. अच्छा दीदी आपका नाम कपी आपका नाम? लाल टापुई. अच्छा ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, രണ്ടുപേരും കൂടെ ഉണ്ട്, 3 പേരുണ്ട് കേട്ടാ. അപ്പം നമുക്ക് ഇന്ന് ഇവരുടെ ഒപ്പമാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ ഇവർ നമ്മളെ പഞ്ചായക്ക് ഇൻവൈറ്റ് ചെയ്തതാണ്. ഓക്കെ അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പറയാം കേട്ടോ. Đây thầy là thứ chúng ta sắp lâu này không?